ഹായ് ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബൂത്ത് ഇൻഡെക്സിൻ്റെ ഇൻട്രാഡേ ലെവൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. നാളത്തേക്കുള്ള ലെവൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ലേണിംഗ് പർപ്പസ്. ഓക്കെ, ഞാനിവിടെ തരുന്ന ലെവൽസ് നമ്മൾ ആക്ച്വലി എല്ലാവരും കൂടി ഒന്ന് നന്നായിട്ട് ട്രാക്ക് ചെയ്യുക, മനസ്സിലാക്കി എടുക്കാത്തതിൻ്റെ റീസൺ എന്താണ്, ഞാൻ എന്തിനെ ഓരോരോ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്നു, എന്തിനെ ഒരു ലെവൽ ബൈ ആയിട്ട് ഞാൻ കൊടുക്കുന്നു, മീൻസ് സപ്പോർട്ടായിട്ട് ഞാൻ കൊടുക്കുന്നു. അത് നിങ്ങൾ എല്ലാവരും കൂടി മനസ്സിലാക്കി എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർലി നിങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ അസസ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ ഒത്തിരി പേരുടെ അടുത്ത് ചോദിക്കാറുണ്ട് മിഡ് ക്യാപ് നിഫ്റ്റി ആൻഡ് ഫ്യൂ നിഫ്റ്റി അനാലിസിസ് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ബാക്കി ഇൻഡെക്സസ് കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്തായാലും ആഡ് ചെയ്യാം ബാക്കി ഇൻഡെക്സസ് കൂടി. സോ കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഇന്ന് ബാങ്ക് നിഫ്റ്റി അല്ല, ഇൻ നിഫ്റ്റി കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ നിഫ്റ്റി ഒരു ലെഗ് ഇനി ഡൗൺ ട്രെൻഡിലേക്ക് വരാൻ സ്റ്റാർട്ടായി. ഒരു ലെഗ് നമ്മൾ ആക്ച്വലി 2 or 3 days മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർലി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഞാൻ ഇവിടുന്ന് ഒരു ട്രാങ്കിളാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഫിബൊനാച്ചി വെച്ചിട്ട് ഞാൻ എങ്ങനെ കാണിച്ചായിരുന്നു ആ ഒരു വീഡിയോയിൽ. എക്സാക്ട്ലി ഫിബ് റീട്രേസ്മെൻറ്റ്, യെസ്. ഓക്കെ, അവിടെ നിന്ന് ഒരു ഹൈ എന്ത് ലോ ഇങ്ങനെ ഒരു കറക്റ്റ് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. ഓക്കെ, ഈ ഒരു ലോ ഈ ഒരു ഫിബൊനാച്ചി വെച്ച് ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ഈ ഒരു ലെവൽ റൈറ്റ്, ഇവിടുന്ന് ഒരു ബുളിഷ് സോണാണ്. സോ ഓവറോൾ നിഫ്റ്റി ഇപ്പോൾ ബുളിഷ് സ്ട്രക്ചറിലാണ്. സോ നിഫ്റ്റി ഇവിടുന്ന് ഒരു ട്രയാങ്കിൾ പാറ്റേണിലാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. ട്രയാങ്കിൾ പാറ്റേണിൽ കൺസോളിഡേറ്റ് ചെയ്യും. എപ്പോഴാണ് ഐ തിങ്ക് 2-3 ദിവസം മുന്നേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. ഈ 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ്. ഐ തിങ്ക് നിങ്ങൾ എന്തായാലും അത് കറക്റ്റായിട്ട് നോക്കുക. ഇവിടുന്ന് ഈ സ്ട്രക്ചർ ഞാൻ എക്സാക്ട്ലി എന്താ പറഞ്ഞായിരുന്നു, ഈ സ്ട്രക്ചർ ട്രയാങ്കിളിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ ആണോ ഓർ ബ്രേക്ക് ഔട്ട് എന്താ കിട്ടുന്നത് നമുക്ക് അതിലായിരിക്കും നമ്മുടെ ബാക്കിയെല്ലാം കറക്റ്റായിട്ട് ലെഗ് ഓർ നമ്മുടെ ഓവറോൾ വ്യൂ. സോ സ്റ്റിൽ നമ്മളിപ്പോൾ ട്രയാങ്കിൾ തന്നെയാണ്. ട്രയാങ്കിൾ നമ്മുടെ ഇതുവരെ ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി നാളെ നോക്കാം, നാളെ എങ്ങനെയാണ് നാളത്തെ വ്യൂ. നാളെ ഇനി ബ്രേക്ക് ഔട്ട് ആണോ ബ്രേക്ക് ഡൗൺ എന്താ കിട്ടുന്നത് നമുക്ക് നോക്കണം. നമ്മുടെ US ഓരോരോ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബേസിൽ എങ്ങനെ കൂടുതൽ മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഓക്കെ, ആ ബേസിലായിരിക്കും നമ്മുടെ കൂടുതൽ മൂവ്സ് വരുന്നത്. ഇപ്പോൾ വോളറ്റൈലായിരിക്കും മാർക്കറ്റ്, സൂക്ഷിച്ച് വേണം എല്ലാവരും കൂടി മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരുന്നത് ഈ ഒരു ഏരിയ ഇവിടുന്ന് 1 hour ചാർട്ടിലാണ്. ഇവിടുന്നാണ് ഈ ട്രെൻഡ് ലൈൻ നമ്മുടെ വരുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ ടാപ്സ് കിട്ടി, 1-2 ടാപ്സ് കിട്ടി. 3rd ടാപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക്. ഓക്കെ, സോ ഇന്ന് ഓവറോൾ നമ്മുടെ ഫസ്റ്റ് വ്യൂ നമ്മുടെ ഇൻട്രാഡേ പർപ്പസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ കൊടുത്ത റെഡ് ബോക്സാണ്. ഇന്നലെ ഐ തിങ്ക് 2 ദിവസം മുന്നേ കൊടുത്ത റെഡ് ബോക്സാണിത്. ഈ വിഗ് സെല്ലിംഗ് സോൺ ആയിരിക്കും. എക്സാക്റ്റ് അവിടുന്ന് ഇന്നലെ പോയി സെല്ലിംഗ് വന്നു, ഇന്നും പോയി സെല്ലിംഗ് വന്നു. അവിടുന്ന് സെല്ലിംഗ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ദാറ്റ് മീൻസ് അവിടെ നല്ല സെല്ലേഴ്സ്, ഇഷ്ടംപോലെ സെല്ലേഴ്സ് അവിടെ ഇരിക്കുന്നു. ഈ ബയേഴ്സിനെക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് അവിടെ സെല്ലേഴ്സ്. ഇങ്ങനത്തെ ഒരു വിഗ് നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൽ കിട്ടിയാലും, മോസ്റ്റ്ലി വലിയ ടൈം ഫ്രെയിമാണ് ഞാൻ പറയുന്നത്, മിനിമം 15 ടൈം ഇങ്ങനത്തെ ഒരു വിഗ്, ഇങ്ങനത്തെ ഒരു ക്യാൻഡലിൻ്റെ ഒരു വിഗ് കിട്ടിയാൽ അത് മാർക്ക് ചെയ്ത് വെക്കണം. ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ ദാറ്റ് മീൻസ് താഴത്തെ മുകളിലേക്ക് അപ്പ് മൂവ് ആണെങ്കിൽ അവിടെ ഇങ്ങനത്തെ വിഗ് ആണെങ്കിൽ അത് ബൈങ് സോൺ ആയിരിക്കും. ഇപ്പോൾ ഇനി താഴേക്കാണ്, സോ ഇത് സെല്ലിംഗ് സോണാണ് റൈറ്റ്. ഇതിൻ്റെ അബവ് പ്രൈസ് 16 ആയാൽ ദാറ്റ് മീൻസ് ഇവിടെ ഇരിക്കുന്ന ഈ എല്ലാ സെല്ലേഴ്സും ഓടും, അപ്പോൾ ഷോർട്ട് കവറിങ് വരും. അങ്ങനെയാണ് യൂഷ്വൽ. ബട്ട് ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ എന്തായാലും ഇവിടുന്ന് സെല്ലേഴ്സ് ആക്റ്റീവാണ്. സോ പ്രൈസ് ഇന്ന് എന്താ ചെയ്തു, വീണ്ടും നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ആ സോണിൽ കൊണ്ടുപോയി. ഓക്കെ, സോണിൽ കൊണ്ടുപോയിട്ട് ഞാൻ ആക്ച്വലി ഞാൻ ഉള്ളത് പറയാം. ഞാൻ ഇന്ന് എന്താ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു, ഇന്ന് ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത് ഇവിടുന്ന് ഈ ഒരു ബൈങ് വന്നുള്ളൂ. ഐ തിങ്ക് ഞാൻ വിളിച്ചത് ഇവിടെ വരെ കൊണ്ടുപോകും, അവരുടെ മുകളിൽ വരെ 25,160 170 വരെ കൊണ്ടുപോകും. അവിടുന്ന് സെല്ലിംഗ് വരുമെന്നാണ് ഞാൻ ഓർത്തത്. ബട്ട് ഇന്ന് അങ്ങനെ ആയില്ല. എക്സാക്ട്ലി ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യാതെ അവർ ഇവിടെ തന്നെ സെല്ലിംഗ് ജനറേറ്റ് ആയി. ഓക്കെ, ആ സെല്ലിംഗ് ജനറേറ്റ് ആയി താഴെ വരെ കൊണ്ടുവന്നു. എവിടെ ഫസ്റ്റ് നമ്മുടെ ലെവൽ 960 ആയിരുന്നു. ആ ലെവലിന് ഒരു പൊടിക്ക് റെസ്പെക്റ്റ് ചെയ്തില്ല. കണ്ട റീസൺ എന്താ, ഈ ക്യാൻഡിൽ കണ്ടോ, നല്ലൊരു ഹെൽത്തി റെഡ് ക്യാൻഡിലായിരുന്നു. സോ ആ വിത്ത് വോള്യൂമാണ് നമ്മുടെ ഈ സെല്ലിംഗ് വരുന്നത്. പ്ലസ് ക്യാൻഡിൽ എവിടെയും സപ്പോർട്ട് എടുക്കുന്നില്ല. സപ്പോർട്ട് എടുത്താലല്ലേ നമുക്ക് അതല്ലെങ്കിൽ ബൈങ് എന്തെങ്കിലും ആലോചിക്കണം. സോ അത് അവോയ്ഡ് ചെയ്യുക. സോ ഇവിടെ വീണ്ടും ഗ്രീൻ ക്യാൻഡിൽ, ബട്ട്
നമ്മുടെ ലെവലിൻ്റെ അടുത്തല്ല ആ ഗ്രീൻ ക്യാൻഡിൽ. നെക്സ്റ്റ് റെഡ് ക്യാൻഡിലായി, പിന്നെ താഴേക്ക് വന്നു. ആ ഗ്രീൻ ക്യാൻഡിൽ അതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയില്ല, താഴേക്ക് റെഡ് ക്യാൻഡിൽ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ടായിരുന്നു 24,890. ഓക്കെ, കറക്റ്റ് അവിടെയാണ് ഇന്ന് 890 പെർഫെക്റ്റ് നമ്മൾ ഈ ലെവലായിരുന്നു, അവിടെയാണ് ഇന്ന് സപ്പോർട്ട് എടുത്തേക്കുന്നത്, റൈറ്റ്, ഈ ക്യാൻഡിൽ. ഓക്കെ, ലാസ്റ്റിലാണ്, അതും എൻഡിലാണ് ആ സപ്പോർട്ട്. ഇത് കണ്ടോ, ക്യാൻഡിൽ ഗ്രീൻ, നെക്സ്റ്റ് ക്യാൻഡിൽ സഡൻ മാരേബോസു കറക്റ്റ് ഇങ്ങനെയാണ് സപ്പോർട്ട് എടുക്കുന്നത്. ഇത് ശരിക്കും റെഡ് ക്യാൻഡിൽ കണ്ട് ഞാനും ഓർത്തു, ഐ തിങ്ക് നമ്മൾ യൂഷ്വലി എങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ, ഇത് ബ്രേക്ക് ചെയ്ത് ഇനി താഴേക്ക് പോകും. ബട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ സഡൻ ബയേഴ്സ് ജനറേറ്റ് ആയി. അവർ ഇവിടെ ഇരിക്കുന്ന ലാസ്റ്റ് ക്യാൻഡിൽ ഇരിക്കുന്ന സെല്ലേഴ്സിനെ അവോയ്ഡ്, മീൻസ് അവരുടെ ആ ഒരു സെല്ലിങ് മൈൻഡ് ചെയ്യാതെ അവർ മീൻസ് ഫോഴ്സ്ഫുള്ളി ഇവരുടെ ഡബിൾ ക്വാണ്ടിറ്റിയിലാണ് ബയേഴ്സ് ജനറേറ്റ് ആയി. കണ്ടോ, മാർബോസ് ഗ്രീൻ ക്യാൻഡിൽ ഹാൻഡി ഇതിനേക്കാളും ഡബിൾ ക്വാണ്ടിറ്റി. ഓക്കെ, താഴേക്ക് റിട്രേസ്മെൻറ്റ് വന്നു, വീണ്ടും ബൈയിങ് വന്നു. ലാസ്റ്റ് ലെവൽ നമ്മുടെ ആ മുകളിൽ നമ്മുടെ ആ ലെവൽ 24,950 അവിടെയാണ് ഇന്ന് ലാസ്റ്റ് ക്ലോസിങ് ആയത്. സോ ഓവറോൾ ഇപ്പോൾ സ്ട്രക്ചർ വീക്ക് തന്നെയാണ്. പിന്നെ വീക്ക് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ പർപ്പസിൽ ഓക്കെ വീക്കാണ്. ബട്ട് നാളെ നമ്മുടെ നോക്കേണ്ടത് എന്താണ്, നമ്മുടെ ഈ 2 ലെവൽസ് ആയിരിക്കും നാളത്തെ ഓപ്പണിംഗ്. നാളെ ഇനി US മാർക്കറ്റ് ഞാൻ ഇപ്പോൾ നോക്കിയായിരുന്നു, അത് ബ്ലീഡിങ് ആണ് അവിടെ. സോ ആ ബേസിലായിരിക്കും കൂടുതൽ നമ്മളത് നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം നാളെ ഇത് എന്തെങ്കിലും ചെയ്യാൻ. സോ ഫസ്റ്റ് നമ്മുടെ ലെവൽ സഡൻ വരുന്ന 24,820 യെസ്, ഫസ്റ്റ് സപ്പോർട്ട് ഇവിടെയാണ് വരുന്നത്. 820 to 800 820 to 800 സഡൻ നമ്മുടെ 2 സപ്പോർട്ടാണ്. നാളെ ഇത് ഗ്യാപ്പ് ഡൗണിൽ തന്നെ പോകും എന്താണെന്ന് അറിയില്ല, ബട്ട് നമ്മളത് മാർക്ക് ചെയ്ത് വെക്കണം. 820 ഓക്കെ, സപ്പോർട്ട്സ് നമ്മൾ എന്തായാലും മാർക്ക് ചെയ്ത് വെക്കണം. നമ്മുടെ മാർക്കറ്റ് ഡിഫറെൻ്റ് ആണല്ലോ. യെസ്, 800 2 ലെവൽസ് നമ്മൾ ഇതായി. പിന്നെ അതിൻ്റെ ബിലോ വരുന്ന ലെവൽസ് ആണ് നമ്മുടെ നമ്മുടെ ഈ ഒരു വിഗ് ഗ്രീൻ ക്യാൻഡലിൻ്റെ ഈ ഒരു വിഗ് ഫുൾ ബൈയിങ് സോണാണ് നമ്മുടെ ഇത്. ഓക്കെ, സോ ഇവിടെ വന്നാലും ബൈയിങ് ജനറേറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് നമ്മൾക്ക് ആ വിഗ് ഫുള്ളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കണമെന്ന് കേട്ടോ. റെക്ടാങ്കിൾ ഈ വിഗ് മനസ്സിലായി, ഈ ഗ്രീൻ ക്യാൻഡിൽ ഇതിൻ്റെ ഒരു വിഗ്. സോ ഇത് ബട്ട് ഇൻട്രാഡേ പർപ്പസിലായിരിക്കുള്ളൂ ഇത്. ഈ ഒരു വിഗ് ഇവിടുന്ന് ബൈയിങ് വരാനുള്ള ചാൻസസ്, ബൗൺസ് വരാനുള്ള ചാൻസസ് കിട്ടും. മീൻസ് ഇൻട്രാഡേയിൽ നമുക്കൊരു ബൗൺസ് കിട്ടും. ദാറ്റ് മീൻസ് സഡൻ ഇവിടെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ, ബൈ ചാൻസ് നാളെ US ഇപ്പോൾ റെഡ് ആണ് കാണിക്കുന്നത്, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ താഴേക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു ബൗൺസ് വരാനുള്ള ചാൻസസ് ആണ്. ഓക്കെ, ഇതിൻ്റെ എൻഡ് 24,610 ആണ് ഇതിൻ്റെ ലാസ്റ്റ് സപ്പോർട്ട്. ഓക്കെ, ഇതിൻ്റെ ബിലോ ആണെങ്കിൽ പിന്നെ വീക്ക്നെസ് തുടങ്ങും. ഓക്കെ, ലാസ്റ്റ് സപ്പോർട്ടാണ് 24,610. ഈ വീക്ക് ഫുള്ള് ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യും, താഴേക്ക് കൊണ്ടുവരും. 1 hourൽ ചിലപ്പോൾ ക്ലോസിങ് മോഡിലേക്ക് തരും. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നാളെ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, പിന്നെ ഇതുകൂടി 24,600 ഇതുകൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ലെവൽ വരുന്നത് ഇൻട്രാഡേ പർപ്പസ് നോക്കാം. നമ്മൾ 15 മിനിറ്റ്സ് ചാർട്ടിൽ നോക്കാം. 15 മിനിറ്റ്സ് ചാർട്ടിൽ യെസ് നമുക്ക് നോക്കാം. 15 മിനിറ്റ്സ് ചാർട്ടിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കാണുന്നത് എനിക്ക് 24,430 480 24,470 to 80 ആണ് കാണുന്നത്. ബട്ട് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതാണ്, നാളെ ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം മാർക്കറ്റ് ഓവർ സോൾഡിലേക്ക് പോകും സ്മോൾ ടൈം ഫ്രെയിമിൽ പിന്നെ ഓവർ സോൾഡിലേക്ക് പോകും. സോ ബൈ ചാൻസ് ഇവിടെ വന്ന് സഡൻ പിന്നെ ബൗൺസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മീൻസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സഡൻ ബൗൺസ്, ഓവർ സോൾഡിലാണ് നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമിൽ. ഈ ലാസ്റ്റിൽ വന്ന ഫോൾ ഉണ്ടല്ലോ, അതൊരു ഓവർ സോൾഡിലേക്ക് സ്മോൾ ടൈം ഫ്രെയിം 5 to 15 മിനിറ്റ്സ് ഓവർ സോൾഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. 5 മിനിറ്റ്സ് ആണ് ഐ തിങ്ക് ഞാൻ ഉണ്ടായിരുന്നു. സോ സഡൻ ഒന്നുകൂടി ഓവർ സോൾഡിലേക്ക് പോകും. സോ സഡൻ സ്പൈക്ക് വരാൻ ചാൻസസ് ആണ്. നമ്മൾ ഫ്രഷ് സെല്ലിങ് അങ്ങനെ ചെയ്യരുത്. ഒരു റീട്രേസ്മെൻറ്റ്, ഒരു ബൗൺസ് കിട്ടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ സെല്ലിങ്ങിന് എന്തെങ്കിലും നോക്കാൻ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇനി കിടക്കാം. നിഫ്റ്റിയുടെ കാര്യങ്ങൾ എത്രയുള്ള നിഫ്റ്റിയിൽ കൂടുതലായിട്ട് എനിക്ക് പറയാനിപ്പോൾ ഒന്നും ഇല്ല. ഓക്കെ, സോ ഇനി ട്രയാങ്കിളിൻ്റെ ബ്രേക്ക് ഡൗൺ ആണോ ബ്രേക്ക് ഔട്ട് ആണോ കിട്ടുന്നത് നമുക്ക് എന്തായാലും നോക്കാം. ഓവറോൾ സ്ട്രക്ചർ ബുള്ളിഷാണ് നിഫ്റ്റിയിൽ. നമ്മുടെ ഫിബൊനാച്ചി ഇവിടെ നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, പിന്നെ സ്ട്രക്ചർ മാറുന്നത് 24,670 ഓർ യെസ് ഇവിടുത്തെ ഒരു ഇത് കൂടി 24,400 വീണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ സ്ട്രക്ചർ വീണ്ടും മാറും. പിന്നെ താഴത്തെ ലെവൽസ് വീണ്ടും കൂടി ആക്റ്റീവ് ആവും.
അത് എന്തായാലും നാളെ എന്തായാലും നടക്കത്തില്ല, ടൈം എടുക്കും. ഓക്കെ, സോ നമ്മൾ എന്തായാലും ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റി, യെസ്, ബാങ്ക് നിഫ്റ്റി എക്സാക്ട്ലി ബാങ്ക് നിഫ്റ്റി സ്മോൾ ടൈം ഫ്രെയിം ഞാനൊന്ന് കാണിച്ചിട്ട് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ബാങ്ക് നിഫ്റ്റി നമ്മുടെ ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ തന്നെ 51,380 ആയിരുന്നു, റൈറ്റ്. ഇന്ന് ചെറിയൊരു സ്പൈക്ക് മോളിലേക്ക് തന്നു മോർണിംഗിൽ തന്നെ, പിന്നെ അവിടെ സഡൻ ഒരു സെൽ, പ്രൈസ് അവിടെ സസ്റ്റെയിൻ ആയിട്ടില്ല. സോ റെസിസ്റ്റൻസ് കണ്ടോ, ഓൾമോസ്റ്റ് ഒരു ഈവനിങ് സ്റ്റാർ പോലെ ഇവിടെ ഫോം ചെയ്തായിരുന്നു, ഗ്രീൻ ഡോജി ആൻഡ് ദെൻ പെർഫെക്റ്റ് ഈവനിങ് സ്റ്റാർ എന്ന് പറയാനില്ല, ബട്ട് യെസ് സെല്ലിംഗ് സിഗ്നൽ തന്നെ ആയിരുന്നു. ദാറ്റ് മീൻസ് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല, പ്രൈസ് സഡൻ താഴേക്ക് തന്നെ അവർ പ്രൈസ് താഴേക്ക് തന്നെ കൊണ്ടുവന്നു. നമ്മുടെ ആ 51,380 സസ്റ്റെയിൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ബ്രേക്ക് ഔട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ലെവൽ ഇതും ബ്രേക്ക് ചെയ്തു. മോർണിംഗ് ഗ്യാപ്പ് ഡൗൺ, ശരി, താഴേക്ക് ഒരു വന്ന ലെവൽ ഗ്യാപ്പ് ഡൗൺ തന്നെ മോർണിംഗ് നമ്മൾ സപ്പോർട്ടിൻ്റെ അവിടെ നിന്നാണ് ആ സ്പൈക്ക് മുകളിലേക്ക് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഫുള്ള് താഴേക്ക്, പിന്നെ ക്ലോസിങ് കണ്ടോ, നമ്മുടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്തു. ഇവിടെ നേരത്തെ ഒരു സപ്പോർട്ട് എടുത്തു, പിന്നെ ആ ബ്രേക്ക് ചെയ്തു. പിന്നെ നമ്മുടെ ലാസ്റ്റ് ലെവൽ 50,960. ഓക്കെ, അത് ഇന്നലെയും കൊടുത്ത ലെവലാണ്, ഇന്നും അത് തന്നെ മിനിയാന്ന് ഐ തിങ്ക് 2 വീഡിയോസിൽ അതിന് കൊടുത്ത ലെവലാണ് 24,960. കറക്റ്റ് അവിടെ നിന്ന് ഷാർപ്പ് ഒരു 100 പോയിൻറ്റ്സ് അതിൻ്റെ അബൌട്ടുള്ള പോയിൻറ്റ്സാണ് തോന്നുന്നത്. അതുതന്നെ നല്ലൊരു ഷാർപ്പ് ബൗൺസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ലെവൽസൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും മാർക്ക് ചെയ്ത് വെക്കണം നമ്മൾ ലെവൽസ് കാര്യങ്ങളൊക്കെ കേട്ടോ. സോ ഇനി നെക്സ്റ്റ്, യെസ്, ബാങ്ക് നിഫ്റ്റി നാളെ 50,960 ബിലോ സസ്റ്റെയിൻ ആയ 660 വരെ പോകാനുള്ള ചാൻസസ് ഈസിലി കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്യണം, എന്നിട്ടേ പിന്നെ ആ ഒരു ലെവൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ചുകൂടി നമുക്ക് താഴത്തെ ലെവൽസിൽ നോക്കാം, ചാൻസസ് കൂടുതലാണ് താഴത്തെ ലെവൽ കൂടി കിട്ടാൻ. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 സപ്പോർട്ട് വരുന്നത് 50,390 ആൻഡ് 50,295, 300. ഈ 2 സപ്പോർട്ട്സ് കൂടി നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ലെവൽ നമ്മുടെ ഇത് 50,000 ഫസ്റ്റ് 400. ഓക്കെ, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബൈങ് ജനറേറ്റ് ആയത്. ഐ തിങ്ക് ഇതിന് മുന്നേ ഞാനിത് പറഞ്ഞിട്ടുണ്ടായി, പിൻ ബാറിൻ്റെ ലോ ആൻഡ് ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയത്. സോ ഇത് കൂടി മാർക്ക് ചെയ്യുക 50,330. ഇത് കൂടി വീണ്ടും മാർക്ക് ചെയ്യുക. അഗെയിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തു, പിന്നെ ഇവിടെയും ടെസ്റ്റ് ചെയ്തു. ഓക്കെ, 2 പ്രാവശ്യം ടെസ്റ്റായി. ഇനി വീണ്ടും നാളെ ഈ സപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ദെൻ താഴത്തെ ലെവൽസുള്ള ദെൻ വീക്ക് അഗെയിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വീക്ക് ആവാൻ ചാൻസസ് കൂടുതൽ, താഴത്തെ ലെവൽസ് നമുക്ക് കിട്ടും ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ. ഓക്കെ, സോ എന്തായാലും നാളെ ഓപ്പണിംഗ് നോക്കണം. നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ് അതനുസരിച്ച് വേണം നാളെ ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ബിലോ കൂടി പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ നമ്മുടെ വരുന്നത് 49,940 ആ ലെവൽ കൂടി ഞാൻ തന്നേക്കാം, റൈറ്റ്. അത് ഇവിടുത്തെ ഒരു ഇത് കണ്ടോ, ഈ ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയി, ഇവിടെ സപ്പോർട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ലെവൽ. ഓക്കെ, 49,940 റൈറ്റ്. ഇത്രയൊക്കെ ലെവൽസാണ് ഞാനിപ്പോൾ തന്നേക്കുന്നത്. ബാക്കി എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്തേക്കാം. നാളെ ലൈവ് മാർക്കറ്റിൽ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ എന്തെങ്കിലും ആണെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് പോസ്റ്റ് ചെയ്തേക്കാം. നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഉണ്ടല്ലോ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ കമൻറ്റ് ചെയ്തേക്കാം. അതിൽ ഞാൻ റെഗുലർലി ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ന്യൂ ലെവൽസ് കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായും പോസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു സോ മച്ച്.